Hello friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഒരു 5 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഫ്രൂട്ടി തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ 4 നല്ല പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ മധുരമൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. പുളി കുറഞ്ഞ ഒരു പച്ചമാങ്ങ, ഒരു പകുതി നാരങ്ങാനീരും, ഒരു കപ്പ് പഞ്ചസാര, പിന്നെ ഒരു കപ്പ് വെള്ളം. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഈ 5 മാങ്ങകളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുത്തിയെടുക്കാം. കണ്ടില്ലേ, മാങ്ങ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അര നാരങ്ങ നീരും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. മാങ്ങ നല്ല ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജ്യൂസ് ചെയ്തെടുക്കാം. പിന്നെ മധുരം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പല മാങ്ങക്കും പല മധുരമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൂടുതലൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം ഞാൻ ഇത്തിരി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കേസ് ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാം. ഇതാ അരിച്ചെടുത്തപ്പോൾ കുറേ ഞാരുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ അരിച്ചെടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. നമ്മൾ ഫ്രൂട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് നോർമൽ കൺസിസ്റ്റൻസിയാണ് എനിക്ക് റെഡി ആയിട്ട് വന്നത്. ഇപ്പോൾ ഇതിന് കറക്റ്റ് കുറവാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ ഞാനിപ്പോൾ ഒരു ജാറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ല ചില്ലായിട്ടുള്ള ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ കണ്ടില്ലേ, എന്ത് എളുപ്പത്തിലാണ് നമ്മൾ വീട്ടിൽ തന്നെ ഫ്രൂട്ടി റെഡിയാക്കിയത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.